ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, ആഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. ആലിമൂട് ബ്രദേഴ്സ് അംഗങ്ങളെ, ഇന്നത്തെ ഈ വിദ്യാർത്ഥികളുടെ അവാർഡ് ദാനവും കലാകാരന്മാരുടെ അവാർഡ് ദാനവും ഇന്നിവിടെ ആലിമൂട് ബ്രദേഴ്സ് കാലാകാലങ്ങളിൽ ഓരോ പരിപാടി നടത്തിക്കൊണ്ട് വരികയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ പ്രദേശത്തുള്ള കലാകാരന്മാർക്കും അതേപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും, നമ്മുടെ അംഗങ്ങളുടെ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നമ്മൾ ഇന്ന് അവാർഡ് കൊടുക്കുന്നതാണ്. കലാ സാംസ്കാരിക പ്രവർത്തനത്തിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം. ലോ കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറിയും തിരുമലയിൽ ജില്ലയ്ക്ക് അകത്തും വിവിധ കലാ സാംസ്കാരിക രംഗ പ്രവർത്തകനുമാണ് അദ്ദേഹം. SLC +2 പരീക്ഷ അല്ലെങ്കിൽ അന്നത്തെ പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്ന ചെറുപ്പക്കാർ അവരെല്ലാമാണ് ഇതുപോലുള്ള കൂട്ടായ്മകൾ രൂപം കൊടുത്ത് ആ കൂട്ടായ്മയിലൂടെ പലവിധ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തി വളരെ ശ്രദ്ധേയമായിട്ടുള്ള പലവിധ ഇടപെടലുകൾ നടത്താൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജാതിയോ മതമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വേർതിരിവുകളൊന്നുമില്ലാതെ ആ സാംസ്കാരിക കൂട്ടായ്മകളാണ് നമ്മുടെ നാട്ടിൻ്റെ സാഹോദര്യം അല്ലെങ്കിൽ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടാനേറെ ഉപകരിച്ചിട്ടുള്ളത്. പലവിധത്തിലുള്ള ഇതുപോലുള്ള പൊതുപ്രസ്ഥാനങ്ങൾ അതിന്ന് നമ്മുടെ നഗരങ്ങളിലാണെങ്കിൽ വ്യാപകമായി റെസിഡൻസ് അസോസിയേഷൻ
നമ്മുടെ ഓർമ്മകളുടെ ആൽബത്തിൽ നിറയെ മനോഹര ചിത്രങ്ങളുണ്ട്. കാലം മാഞ്ഞ നാടകവേദികളുടെ ഗന്ധമുണ്ട്. വെള്ളിത്തിരയിലെ മായാജാലത്തിന്റെ കൗതുകമുണ്ട്. അതേ ഓർമ്മകളിലെ നന്മയും സ്നേഹവും കൂട്ടായ്മയുമെല്ലാം ഇന്നും തിരുമലയുടെ ഹൃദയത്തിൽ ഒരുമിക്കുന്ന ആലിൻമൂട് ബ്രദേഴ്സ് ഈ നാടിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു നെടുന്തൂണിനെ ആദരിക്കുകയാണ്. അറിവിന്റെ പന്തം കെടാതെ കാക്കുന്ന ചിന്നമ്മ മെമ്മോറിയൽ സ്കൂൾ ഈ വർഷത്തെ മികച്ച വിദ്യാലയ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നു. ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനായി വിദ്യയുടെ ഈ ശ്രീകോവിലിന്റെ അമരക്കാരി ഞങ്ങളുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ ലേഖ എസ്വിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിദ്യയുടെ ഈറ്റില്ലങ്ങൾക്ക് സ്നേഹോഷ്മമായ പുരസ്കാരം അറിവിന്റെ കൈത്തിരുനാളം തെളിയിക്കുന്ന തിരുവനന്തപുരത്തെ അതുല്യ വിദ്യാലയങ്ങളെ ആലിൻമൂട് ബ്രദേഴ്സ് ആദരിക്കുകയാണ്. അക്ഷരമുറ്റത്തെ നക്ഷത്ര ശോഭയോടെ വിശ്വപ്രകാശ് സെൻട്രൽ സ്കൂൾ ഈ അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ വിശ്വപ്രകാശ് സെൻട്രൽ സ്കൂളിന്റെ സാരഥിയെ അക്ഷരശ്രീ അവാർഡ് സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാളായ സ്മിത ടീച്ചറെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വിദ്യയുടെ കളിത്തൊട്ടിലായ തിരുമലയുടെ ഹൃദയത്തിൽ അറിവിന്റെ പ്രകാശം നിറയ്ക്കുന്ന ഒരു വ്യക്തിത്വത്തെ ഈ വേദി ആദരിക്കുകയാണ്. തിരുമല ഹൈസ്കൂളിലെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ വിനോദ് ആർ.ഡി. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ അതുല്യ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നേതൃപാഠവും വിദ്യാർത്ഥികളോടുള്ള സ്നേഹവും അറിവിനോടുള്ള ആദരവും ഈ വിദ്യാലയത്തെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചിരിക്കുന്നു. അക്ഷരശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങാനായി വിനയത്തിന്റെയും അറിവിന്റെയും ഈ നിറകുളം ശ്രീ വിനോദ് ആർ.ബി. സാറിനെ നിറഞ്ഞ മനസ്സോടെ ക്ഷണിക്കുന്നു. അക്ഷരമെന്നത് വെളിച്ചമാണ്. അറിവിന്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ആ വെളിച്ചം ഹൃദയങ്ങളിലേക്ക് പകരുന്ന 2 അക്ഷരശ്രീകളെ ആദരിക്കാൻ ഈ വേദി ഒരുങ്ങുകയാണ്. ശ്രീ രവിശങ്കർ വിദ്യാലയത്തിലെ അക്ഷരധന്യരായ ശ്രീമതി യമുനാദേവിയും ശ്രീമതി സുപർണ പ്രേംലാലും തങ്ങളുടെ അക്ഷരങ്ങളിലൂടെ അറിവിന്റെ അനന്തമായ ലോകം കുട്ടികൾക്ക് തുറന്നുകൊടുത്തവരാണ്. വാത്സല്യത്തിന്റെ തലോടലും അറിവിന്റെ ഉറച്ച കൈകളോടെയും ഈ അക്ഷരമുറ്റത്തെ നയിക്കുന്ന ഈ ഗുരുശ്രേഷ്ഠരെ അക്ഷരശ്രീ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി നിറഞ്ഞ മനസ്സോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ SR K പിള്ള ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും അഭിനയത്തിലും സംവിധാനത്തിലും PG ഡിഗ്രി, കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലെ സോങ് ആൻഡ് ഡ്രാമ ഡിവിഷനിലെ ഡയറക്ടർ, നവതിയിലെത്തി നിൽക്കുന്ന നാടകാചാര്യനും ഗ്രന്ഥകാരനുമായ ശ്രീ SR K പിള്ള തന്റെ ജീവിതം പൂർണ്ണമായും നാടകകലയ്ക്കും എഴുത്തിനുമായി സമർപ്പിച്ചിരിക്കുന്നു. ഈ ശ്രേഷ്ഠ കലാപ്രതിഭയ്ക്ക് ആദരവർപ്പിക്കുന്നതിനായി വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. ശ്രീ മാങ്കോയിക്കൽ ചന്ദ്രൻ സുപ്രസിദ്ധ നാടകരചയിതാവും കവിയും എഴുത്തുകാരനും. സ്കൂൾ കോളേജ് മത്സരങ്ങൾക്കും അമച്വർ റേഡിയോ നാടകങ്ങൾക്കും പ്രൊഫഷണൽ നാടക സമിതികൾക്കുമായി നിരവധി നാടകങ്ങൾ എഴുതി. കേരളം ഉൾപ്പെടെയുള്ള വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദരവ് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഈ ഉപഹാരം സ്വീകരിക്കുന്നതിനായി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
കുമാരി അനന്യ. 2 വാക്ക് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയാതിരുന്ന ബാല്യകാലം. തുടർന്ന് അനന്യ എന്ന പ്രതിഭയുടെ സംഗീതത്തിലുള്ള അതുല്യമായ കഴിവിനെ മാതാപിതാക്കൾ തിരിച്ചറിയുകയായിരുന്നു. കീബോർഡ് അനായാസമായി വായിക്കും. ഇന്ത്യയുടെ വാനമ്പാടി, ചിത്ര ഉൾപ്പെടെയുള്ളവരോടൊപ്പം പാടിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം, ഉജ്ജ്വല ബാല്യ പുരസ്കാരം, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സർവശ്രേഷ്ഠ ദിവ്യാംഗൻ പുരസ്കാരം എന്നിവ നേടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് കുമാരി അനന്യ. അനന്യയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ തിരുമലയുടെ മണ്ണ് സാക്ഷിയാണ് നിരവധി സേവന കഥകൾക്ക്. കാലമെത്ര കഴിഞ്ഞാലും മായാത്ത നന്മയുടെ കയ്യൊപ്പുകൾ പതിഞ്ഞവിടം. ഇവിടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു കാര്യാലയത്തിൽ കേരള സർക്കാരിന്റെ അംഗീകാരം തേടിയെത്തിയ ധന്യമുഹൂർത്തത്തിൽ ആദരിക്കാൻ ഞങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നു. സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് ചിലവ് നൽകുന്ന, നീതിയുടെ കരനീട്ടുന്ന, സർക്കാരിന്റെ കരുതൽ ഓരോ പൗരനിലും എത്തിക്കുന്ന ഒരു സേവന കേന്ദ്രം തിരുമല വില്ലേജ് ഓഫീസ്. ഈ നാടിന്റെ പ്രതീക്ഷയും അഭിമാനവുമായ ഈ കാര്യാലയം ഈ വർഷത്തെ മികച്ച വില്ലേജ് ഓഫീസിനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ഉന്നത നേട്ടത്തിന് പിന്നിൽ അക്ഷീണം പ്രയത്നിച്ച, സേവനമെന്ന വാക്കിന് ആത്മാർത്ഥതയുടെ നിറം നൽകിയ തിരുമലയുടെ വില്ലേജ് ഓഫീസർ ശ്രീ ബിനുലാൽ അവരുടെ ഈ സ്നേഹോപകാരം ഏറ്റുവാങ്ങാനായി ഹൃദയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി ഗ്രീഷ്മ KB, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഉന്നത റാങ്ക് നേടിയ ശ്രീമതി ഗ്രീഷ്മ KBയെ ആദരവോടെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. മുൻഷി ഫെയിം ശ്രീ ഗിന്നസ് ഹരീന്ദ്രകുമാർ, സുപ്രസിദ്ധ സിനിമ TV സീരിയൽ അഭിനേതാവ് ഗിന്നസ് ഹരീന്ദ്രനെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. ശ്രീമതി ഇന്ദുലേഖ, അതുല്യായ നർത്തകിയും സിനിമ TV സീരിയൽ നടിയും കാമുകിയായും ഭാര്യയായും അനിയത്തിയായും തന്റെ അഭിനയ മികവിന് മാറ്റുകൂട്ടുന്ന താരം. 1000-ലധികം നൃത്തവേദികൾ, നിരവധി സിനിമകൾ, സീരിയലുകൾ. ശ്രീമതി ഇന്ദുലേഖയെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബോബൻ തിരുമല എന്നറിയപ്പെടുന്ന ബിമൽ കിഷോർ KS മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 150 ചിത്രങ്ങളിൽ ആർട്ട് ഡയറക്ടർ. സൂര്യ ഫിലിം അവാർഡ്, മലയാള സിനിമയ്ക്കുള്ള വയലാർ അവാർഡ്, ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എന്നിവ നേടിയിട്ടുണ്ട്. ഉപഹാരം സ്വീകരിക്കുന്നതിനായി സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ശ്രീ VS സുധീർ ഘോഷ്, ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം സംവിധായകൻ, സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ നല്ല ഡയറക്ടർ അവാർഡ്, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന്റെ വിദ്യാഭ്യാസ അവാർഡ് എന്നിവ ലഭിച്ചു. പുതിയതായി ആരംഭിക്കുന്ന ഒരു സിനിമയുടെ സംവിധായകനാണ് അദ്ദേഹം ഇപ്പോൾ. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റ് മധു ബി. ഇന്ത്യൻ ആർമിയിലെ റിലീജിയസ് ടീച്ചറായി വിരമിച്ച ശ്രീ മധു റേഡിയോ ചാനൽ ഹിന്ദി പ്രഭാഷകനും കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയാണ് ഇദ്ദേഹം ഇപ്പോൾ. അദ്ദേഹത്തെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ഷാജി തിരുമല കഴിഞ്ഞ 15 വർഷമായി സിനിമ TV സീരിയൽ രംഗത്ത് സജീവം. പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, 34 സിനിമകൾ, 12 സീരിയലുകൾ, 25 ഹ്രസ്വചിത്രം കൂടാതെ നിരവധി ആൽബങ്ങൾ. ശ്രീ ഷാജി തിരുമലയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ശ്രീ ഷഫീഖ് പ്രസിദ്ധ ചിത്രകാരനും കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ചിത്രകലാ പ്രദർശനങ്ങളും ക്ലാസുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ചിത്രകലാധ്യാപകനും ചിത്രകലാ പരിഷത്തിന്റെ പ്രധാന പ്രവർത്തകനുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗിരീഷ് കുമാർ TV സീരിയൽ രംഗത്ത് തന്റേതായ അഭിനയ മികവ് കൊണ്ട് ഏത് കഥാപാത്രത്തെയും നിറഞ്ഞ ചാരുതയോടെ പ്രതിഫലിപ്പിക്കാൻ ശ്രീ ഗിരീഷിനുള്ള കഴിവ് അതുല്യമാണ്. സ്നേഹമുള്ള ശ്രീ ഗിരീഷ് കുമാറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമാൻ ശ്രീകുമാർ സ്റ്റാമ്പ് ശേഖരണത്തിലും നാണയ ശേഖരണത്തിലും അതീവ തൽപരൻ. തന്റെ വരുമാനത്തിന്റെ പകുതിയിലധികവും പുരാവസ്തു ശേഖരണത്തിനായി ചിലവാക്കുന്നു. സ്വന്തമായി പ്രദർശനം നടത്തിവരുന്നു. കൂടാതെ കുട്ടികൾ, അധ്യാപകർ, ഗവേഷകർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച അറിവ് പകർന്നും നൽകുന്നു. നല്ലൊരു മൃഗചികിത്സകൻ കൂടിയാണ് അദ്ദേഹം. നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പല വ്യത്യസ്തമായ പല മേഖലകളിൽ നിന്ന് വന്നവരാണ്. ആലിമൂട് പ്രദേശത്തിന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു.
ദൃശ്യം നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ.